ഹായ് ആൾ സൗത്ത് ഇന്ത്യൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ട് നമ്പർ 1 ആയിട്ട് ഓപ്ഷൻ തിയറി ഉപയോഗിച്ച് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പഠിപ്പിക്കുന്ന SMAയിലേക്ക് സ്വാഗതം. ഇത് നിങ്ങളുടെ ബൈജു ആണ്. ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓപ്ഷൻ തിയറി ചാർട്ടും അതേപോലെ തന്നെ കാൻഡിൽസ്റ്റിക് ചാർട്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണെന്ന് നമ്മളൊന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആദ്യം ഓപ്ഷൻ ചാർട്ട് എന്നൊരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ ഓപ്ഷൻ ചാർട്ട് ഫോക്കസ് ചെയ്യുന്നത് ബയേഴ്സിൻ്റെയും സെല്ലേഴ്സിൻ്റെയും ബാലൻസ് ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡിനെയാണ് ഏറ്റവും കൂടുതൽ ഓപ്ഷൻ ചാർട്ട് ഫോളോ അപ്പ് ചെയ്യുന്നത്. സോ ഇതുകൊണ്ട് തന്നെ എന്താ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് എന്താ പറയുക നമ്മുടെ ബയേഴ്സ് അക്യുമുലേറ്റ് ആവുന്നത്, സെല്ലേഴ്സ് അക്യുമുലേറ്റ് ആകുന്നത്, ഇതൊക്കെ വ്യക്തമായിട്ട് ഒരു വിഷ്വലൈസ് ആയിട്ട് നമുക്ക് കിട്ടും. അത് നമുക്ക് ഡിസ്കഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ടൈം, പ്രൈസ്, വോളിയം ഡിസ്ട്രിബ്യൂഷൻസ് നമ്മൾ നേരായ രീതിയിൽ സമുചിതമായിട്ട് എവിടെ ഉപയോഗിക്കും? ഓപ്ഷൻ തിയറി ചാർട്ടിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അതേസമയം കാൻഡിൽസ്റ്റിക് ചാർട്ടിനകത്ത് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഒരു ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഓപ്പൺ, ഹൈ, ലോ ആൻഡ് ക്ലോസ് മാത്രമാണ് കിട്ടുക. പിന്നെ സം പാറ്റേൺസ് നമുക്ക് ഒരു കാൻഡിൽസ്റ്റിക് ചാർട്ടിൻ്റെ അകത്ത് അല്ലെങ്കിൽ കാൻഡിൽസ്റ്റിക്കിൻ്റെ അകത്ത് നമുക്ക് കിട്ടും. മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് പ്രൈസിന് വെച്ചിട്ട് മാത്രമായിരിക്കും ഫോക്കസ് ചെയ്യുക. ഇനി ഒരു ചാർട്ടിലേക്ക് നമ്മൾ കിടക്കണം, ഒരു വിഷ്വലൈസ്ഡ് ഒരു ചാർട്ടിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ ഒരു ഓപ്ഷൻ തിയറിയുടെ ചാർട്ടാണിത്. അതേപോലെ ഇതൊരു കാൻഡിൽസ്റ്റിക്കിൻ്റെ ചാർട്ടാണ്. നിങ്ങളുടെ വലത് സൈഡിൽ കാണുന്നത് കാൻഡിൽസ്റ്റിക്കിൻ്റെ ചാർട്ടും ഇടത് സൈഡിൽ കാണുന്നത് ഓപ്ഷൻ തിയറിയുടെ ചാർട്ടാണ്. ഇപ്പോൾ വിഷ്വലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു പ്രൊഫൈൽ ഷേപ്പ് ഒരു ക്യാൻഡിലിൽ നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ആ ഒരു ടോപ്പിക്കിലോട് വരാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഡേ ക്യാൻഡിൽ എടുക്കുന്നത്, ഞാൻ കാൻഡിൽസ്റ്റിക്കിനെ കുറിച്ച് പറയുന്നതാണ്. ഇപ്പോൾ ഡേ ക്യാൻഡിൽ നമ്മൾ എടുത്തെന്ന് വിചാരിച്ചോളൂ. ഈ ഡേ ക്യാൻഡിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ മാത്രമേ കാണാൻ സാധിക്കൂ. ഓപ്പൺ, ക്ലോസ്, ലോ, ഹൈ, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ മാത്രമേ ഒരു ഡേ ക്യാൻഡിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഈ ടൈം ഞാൻ ഒന്ന് മാറ്റുകയാണ്, ഒരു ഡേയിലോട്ട് മാറ്റുകയാണ്. ഇതാണ് ഒരു ഡേ ക്യാൻഡിൽ, HDFC ബാങ്കിൻ്റെ ഒരു ഡേ ക്യാൻഡിൽ ഇതാണ്. ഈ ഡേ ക്യാൻഡിലിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്? ക്യാൻഡിൽ അത് കാണാൻ സാധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈ എവിടെയാണ്, ഓപ്പൺ എവിടെയാണ്, ഇതിൻ്റെ ക്ലോസ് എവിടെയായിരിക്കും, ലോ എവിടെയായിരിക്കും, ഇത്രയും കാര്യങ്ങളായിരിക്കും ഒരു ഡേയിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു കാൻഡിൽസ്റ്റിക്കിൻ്റെ അകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേസമയം ഒരു ഓപ്ഷൻ ചാർട്ടിലേക്കാണ് നിങ്ങൾ പോവുകയാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ ട്രേഡ് നടന്ന സ്ഥലം അറിയാൻ പറ്റും, വാല്യൂ ഏരിയ അറിയാൻ പറ്റും. ഏറ്റവും കൂടുതൽ പ്രൈസ് നടന്ന പോയിന്റ് ഓഫ് കൺട്രോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ആദ്യത്തെ 1 അവറിൽ ഈ മാർക്കറ്റ് എന്താണ് വ്യൂ ചെയ്യുന്നത്, ബയർ സൈഡിലേക്കാണോ സെല്ലർ സൈഡിലേക്കാണോ, എന്തായിരിക്കും നെക്സ്റ്റ് വരുന്ന അവേഴ്സിൽ മാർക്കറ്റിൽ നടക്കാനായിട്ട് ഇവർ പൊസിഷൻ ചെയ്യുന്നു എന്ന് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഇൻഷ്യൽ ബാൻഡ്സ് യൂസ് ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഡേയിലുള്ള ഓൾ ഇൻ ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. സോ ലോട്ട് ഓഫ് ഇൻഫർമേഷൻസ് ഓപ്ഷൻ തിയറി ചാർട്ടിനുള്ളിൽ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കും. ഒരു ഡേ അവസാനിച്ച് കഴിഞ്ഞു, നിങ്ങളൊരു ഓപ്ഷൻ തിയറി ചാർട്ടിലേക്ക് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചാർട്ട് ഏത് ഷേപ്പിലാണ് ഇരിക്കുന്നത്, ബയറിൻ്റെ ഷേപ്പിലാണോ സെല്ലറിൻ്റെ ഷേപ്പിലാണോ ഇരിക്കുന്നത് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ ഒത്തിരി കോണ്ടെക്സ്റ്റുണ്ട്, 25ഓളം കോണ്ടെക്സ്റ്റുകളുണ്ട്. ആ കോണ്ടെക്സ്റ്റുകളിൽ നമ്മൾ ഇതിലേക്ക് അനാലിസിസ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഡേക്ക് വേണ്ടി ബയറാണോ ഇരിക്കുന്നത്, സെല്ലറാണോ ഇരിക്കുന്നത്, എവിടെ ഓപ്പൺ ചെയ്ത് എങ്ങനെ ട്രേഡ് എടുക്കണം എന്നുള്ള ഒരു വ്യക്തമായ വ്യൂവ് നമുക്ക് ഓപ്ഷൻ തിയറി ചാർട്ടിനുള്ളിൽ കിട്ടും. ഈ ഒരു വ്യൂ നമുക്ക് ഒരിക്കലും ഒരു കാൻഡിൽസ്റ്റിക് ചാർട്ടിനകത്ത് ഒരു ദിവസം വെച്ചിട്ട് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ഇനി ഒരു കാൻഡിൽസ്റ്റിക് ചാർട്ടിനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മൊമെൻറ്റം ഓഫ് പ്രൈസിനായിരിക്കും ഫോളോ അപ്പ് ചെയ്യുക. ഈ പ്രൈസ് രൂപപ്പെടുന്ന പ്രൈസ് പാറ്റേൺസ് നമ്മൾ ഫോളോ ചെയ്യും. ലൈക്ക് ഡോജി, എൻഗൾഫ്, ഹാമർ, ഷൂട്ടിംഗ് സ്റ്റാർ, ഇതൊക്കെ വെച്ചിട്ടൊരു ഗസ് നടത്താറുണ്ട്. ഇവിടെ സെല്ലർ വന്നു, ഇവിടെ ബയർ വന്നു എന്നുള്ള ഒരു ഗസ് നടത്താറുണ്ട്. ഇവിടെ ഓപ്ഷൻ തിരിക്കാത്ത ആ ഒരു ഗസ്സോ കാര്യങ്ങളൊന്നുമില്ല. ബിക്കോസ് ഓപ്ഷൻ കഴിഞ്ഞിട്ട് ആ പ്രൈസ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ നടക്കുന്ന എന്നതിന് വേണ്ടി അറിഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് എങ്ങോട്ട് മൂവ് ചെയ്യുന്നത് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ഓപ്ഷൻ തിയറി ചാർട്ടിൻ്റെ പ്രത്യേകത. അതായത് ഓപ്ഷൻ കഴിഞ്ഞ ശേഷം നടക്കുന്ന പ്രൈസ് മൂവ്മെൻറ്റും മാത്രമേ നിങ്ങൾ കാൻഡിൽസ്റ്റിക് ചാർട്ടിനകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അവിടെ ഗസ്സിങ് നടത്തേണ്ടി വരും. ബട്ട് ഓപ്ഷൻ ചാർട്ടിനകത്ത് ഓക്കെ ഇതിന് വേണ്ടിയാണ് നടത്തിയിരിക്കുന്നത്, അപ്പോൾ ഇങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു പ്രോബിലിറ്റി നിങ്ങൾക്ക് അവിടെ എടുക്കാനായിട്ട് സാധിക്കും. എൽസ് എന്നുള്ള പ്രോബിലിറ്റി നിങ്ങൾക്ക് നല്ല രീതിയിൽ എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഡേറ്റ നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഒരു
ഓപ്ഷൻ തിയറി ചാർട്ടിനകത്ത് വോളിയം, അതേപോലെ തന്നെ എംഫസിസ് ആയിട്ടുള്ള വോളിയം ആൻഡ് ടൈം, അതേപോലെ തന്നെ ഏറ്റവും നമ്മൾ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ വോളിയവും ടൈമും പ്രൈസിനെ എത്രത്തോളം ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ നോക്കും. ഓക്കെ, നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇവിടെ പാർട്ടിസിപ്പേഷൻ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ, പാർട്ടിസിപ്പൻ്റ് ആയിരിക്കുന്ന ആൾക്കാർ എത്രത്തോളം ബൈയറിൻ്റെ സൈഡിലേക്കാണോ സെല്ലറിൻ്റെ സൈഡിലേക്കാണോ ഇരിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. കീ ലെവൽസിൽ അക്സെപ്റ്റൻസ് ആണോ അല്ലെങ്കിൽ റിജക്ഷൻസ് ആണോ, അത് ഇത് കീ ലെവൽ ആണോ, അല്ലെങ്കിൽ ബൈയറിൻ്റെ കീ ലെവലാണോ സെല്ലറിൻ്റെ കീ ലെവലാണോ എന്നത് നമുക്ക് ഓപ്ഷൻ തിയറി ചാർട്ടിനകത്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ അക്സെപ്റ്റൻസ് ആൻഡ് റിജക്ഷൻസ് നടക്കുന്ന ഏരിയാസ് ഓപ്ഷൻ തിയറിയിലുള്ള 25 കോണ്ടെക്സ്റ്റും ഫോളോ അപ്പ് ചെയ്യുന്ന എല്ലാവർക്കും ഒന്ന് തന്നെ ആയിരിക്കും. അതേസമയം കാൻഡിൽസ്റ്റിക്കിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് പീപ്പിൾസിന് ഡിഫറെൻറ്റ് പാറ്റേൺസ്, ഡിഫറെൻറ്റ് റെസിസ്റ്റൻസ് സപ്പോർട്ട്, ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ്, ഡിഫറെൻറ്റ് ആയിട്ടുള്ള വ്യൂസ് ആയിരിക്കും കിട്ടുക. അതേസമയം ഓപ്ഷൻ തിയറി ചാർട്ടിൻ്റെ അകത്ത് ഓപ്ഷൻ ഇങ്ങനെ നടക്കുമെന്ന് നമുക്കറിയാം. ആ ഓപ്ഷൻ എന്താണ് നടക്കുന്നതെന്ന് യുണീക്കായിട്ട് അനാലിസിസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇവിടെ സെല്ലറാണെന്നുണ്ടെങ്കിൽ ബൈജു എന്ന വ്യക്തിക്ക് സെല്ലറാണ് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോണ്ടെക്സ്റ്റ് ആണ് വെച്ചിട്ടാണ് പറയുന്നത് ഇത് സെല്ലറാണ് എന്ന് പറയുന്നത്. അല്ല, നമ്മൾ ഒരിക്കലും അവിടെ എന്ത് ചെയ്യുന്നില്ല, ഷേപ്പോ മറ്റു കാര്യങ്ങളോ വെച്ചിട്ട് ഗസ്സിങ് അവിടെ നടത്തുന്നില്ല. ഈ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. അപ്പം ഞാനിവിടെ സെല്ലറിൻ്റെ കോണ്ടെക്സ്റ്റ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ എന്നെപ്പോലെ ഓപ്ഷൻ തിയറി ഫോളോ അപ്പ് ചെയ്യുന്ന ആൾക്കാർക്കും ഇവിടെ തന്നെ എന്തായിരിക്കും, സെല്ലറായിരിക്കും. അപ്പോൾ നാളത്തെ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഫോക്കസ് എങ്ങോട്ടാണ് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫോക്കസ് സെല്ലർ സൈഡിലാണെന്ന് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. ഇനി എൽസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് എടുക്കുന്നത് നമുക്കറിയാം. ഓക്കെ, എൽസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഫോളോ അപ്പ് ചെയ്യണം നമുക്ക് ഓപ്ഷൻ തിയറിക്കകത്തുണ്ട്. ഓക്കെ, സോ അതേപോലെ തന്നെ കാൻഡിൽസ്റ്റിക് ചാർട്ടിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രൈസിൻ്റെ ആക്ഷൻ മാത്രമേ ഫോളോ അപ്പ് ചെയ്യൂ. പ്രൈസിൻ്റെ ഓപ്ഷൻ അല്ല, ആക്ഷൻ മാത്രമേ ഫോളോ അപ്പ് ചെയ്യൂ. ഒരു വിഷ്വലൈസിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ട്രെൻഡ്, റിവേഴ്സൽ, മൊമെൻറ്റം. ഓക്കെ, ഒരു ട്രെൻഡിനെയും അല്ലെങ്കിൽ ഒരു റിവേഴ്സലിനെയും ഒരു മൊമെൻറ്റം, പ്രൈസിൻ്റെ മൊമെൻറ്റത്തിനെയും നമുക്ക് കാണിച്ചു തരും. അതേസമയം ഓപ്ഷൻ തിയറി ചാർട്ടിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്നും ഈ ട്രെൻഡ് എന്താ പറയുക അവസാനിക്കുന്ന എവിടെ നിന്നും അതെവിടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഫൈൻ, നമുക്കൊരു റിജക്ഷൻ ഏരിയയിലെത്തി എത്തിയിട്ടുണ്ട്. അവിടെ റൈറ്റ് ആയിട്ടാണോ റിജക്ഷൻ നടന്നിരിക്കുന്നത്? ഓക്കെ, ഇനി ഈ ട്രെൻഡ് എന്താ പറയുക റിവേഴ്സലാകുന്നുണ്ടോ, എത്രത്തോളം അക്യുമുലേഷൻ നടന്നിട്ടാണ് റിവേഴ്സ് ആകുന്നത്, അപ്പോൾ അതിൻ്റെ മൊമെൻറ്റം എത്രത്തോളം ഉണ്ടാകും എന്നുള്ള കാൽക്കുലേഷൻസ് നമുക്ക് എവിടെ സാധിക്കും? ഓപ്ഷൻ തിയറി ചാർട്ടിനകത്ത്. അത് ഇത്രയേ ഉള്ളൂ. ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിനോടെ ഒരു ഓപ്ഷൻ തിയറി ചാർട്ടിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രേഡ് ഇനിഷ്യേറ്റീവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കേസാണ്, ബയർ വന്നിട്ടുണ്ടോ സെല്ലർ വന്നിട്ടുണ്ടോ? സ്ട്രക്ചർ ഓഫ് പ്രൊഫൈൽ വെച്ചിട്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റും. കീ ലെവൽ നമ്മൾ നേരത്തെ ഡിസ്കസ്, കീ ലെവലായിട്ടുള്ള റെസിസ്റ്റൻസ്, സപ്പോർട്ട്, അതിനോടൊപ്പം ഇവരുടെ സെൻറ്റിമെൻ്റ് എങ്ങോട്ടാണ് ഇരിക്കുന്നത് നോക്കുക. പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കേസാണ് സെൻറ്റിമെൻ്റ് എങ്ങോട്ട് ഇരിക്കും നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. എല്ലാവരും പറയും എന്താ പറയുക ബയറാണ് സെല്ലറാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു ആധികാരികമായിട്ട് ഒരു സെൻറ്റിമെൻറ്റ് നമുക്ക് ഇതിൽ അനാലിസിസ് ചെയ്യാം. ബയ്യറിൻ്റെ സെൻറ്റിമെൻ്റ് ആണോ ഇരിക്കുന്നത്, സെല്ലറിൻ്റെ ആണോ? മിക്കപ്പോഴും കാൻഡിൽസ്റ്റിക്കിൽ പെട്ടുന്നൊരു അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെസിസ്റ്റൻസ് സപ്പോർട്ടൊക്കെ ഓക്കെ ഫൈൻ, എല്ലാവർക്കും കിട്ടി, ഓക്കെ, ബട്ട് സെൻറ്റിമെൻ്റ് എന്ന് പറയുന്നത് സെല്ലർ സൈഡിലേക്ക് ഇരിക്കുക. അപ്പോഴേക്കും നമ്മൾ സ്ട്രാറ്റജിയിൽ എന്താ കാണിക്കുന്നത്, സ്ട്രാറ്റജി ഫോം ചെയ്തിട്ടുണ്ട് ബയർ സൈഡിലേക്ക്. ഓട്ടോമാറ്റിക്കലി അവിടെ ലോസ് വരാനുള്ള ചാൻസസ് ഉണ്ടാകും. ബിക്കോസ് മാർക്കറ്റ് എപ്പോഴും സെൻറ്റിമെൻറ്റ് ഏത് സൈഡിലേക്കാണോ ഏറ്റവും കൂടുതലിരിക്കുന്നത് ആ സൈഡിലേക്കായിരിക്കും മൂവ് ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ. ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും നമുക്ക് പ്രൈസിൻ്റെ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യുന്നത് പ്രൈസിൻ്റെ മൊമെൻറ്റം എങ്ങോട്ടാണ് എന്നുള്ള ഒരു കറക്റ്റായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഓപ്ഷൻ തിയറിയിലേക്ക് കിട്ടും. ഇനി കാൻഡിൽസ്റ്റിക് ചാർട്ട് നോക്കിയാലോ, പ്യൂർലി ഒരു ഷോർട്ട് ടൈം ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാനും അല്ലെങ്കിൽ ഒരു പ്രൈസ് പാറ്റേണിൽ ഒരു എക്സിറ്റോ എൻട്രി മാത്രമായിരിക്കും. അവിടെ സെൻറ്റിമെൻറ്റ്സോ കാര്യങ്ങളോ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൈസിൻ്റെ പാറ്റേണിലോ അല്ലെങ്കിൽ സപ്ലൈ ഡിമാൻഡ്സിലോ ഒരു ഷോർട്ട് ടൈം ട്രെൻഡിലോ എൻട്രി എക്സിറ്റിൽ പോകും. ആ സെൻറ്റിമെൻറ്റും കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലോസിലേക്ക് പോകാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലായിരിക്കും. ഇനി
ബിഹൈൻഡ് ദ പ്രൈസ് എന്താണെന്ന് അവർക്കറിയില്ല. പ്രൈസ് മൊമെൻറ്റം വെച്ച് പറയുന്നുണ്ടെങ്കിലും ബിഹൈൻഡ് ദ പ്രൈസിൻ്റെ ഓപ്ഷൻ എന്താ നടക്കുന്നതെന്ന് ഇവർക്കറിയില്ല. സോ എന്താ പറയുക, സെൻറ്റിമെൻറ്റ്സോ വോളിയം ഡിസ്ട്രിബ്യൂഷനോ മറ്റു കാര്യങ്ങളോ അറിയാണ്ട് സ്ട്രാറ്റജി ബേസിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ അതിനുള്ള സക്സസ് റേറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ തിയറി ചാർട്ടും കാൻഡിൽസ്റ്റിക് ചാർട്ടും നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ തിയറി ചാർട്ടിൽ വളരെ കൂടുതലും കാൻഡിൽസ്റ്റിക് ചാർട്ടിൽ വളരെയധികം കുറവായിരിക്കും. കാരണം ഓപ്ഷൻ നടന്നിട്ടേ പ്രൈസിൻ്റെ മൊമെൻറ്റം എന്ത് ചെയ്യും, നടക്കും. പ്രൈസ് ആക്ഷൻ മാത്രം നോക്കുന്നവരുടെ പ്രോബ്ലം എന്താണ്, അവർക്ക് എന്താണ് ഓപ്ഷൻ നടക്കുന്നത്, എന്താണ് മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് എന്ന് പറയുന്നത് ഫോളോ അപ്പ് ചെയ്യാൻ അവർക്ക് സാധിക്കില്ല. ഇനി ഓപ്ഷൻ തിയറിയുടെ കേസ് ചാർട്ടിൽ ഒരു ടൈം യൂസേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ യു ക്യാൻ യൂസ് ബോത്ത് ഇൻട്രാഡേ, യു ക്യാൻ യൂസ് ബോത്ത് സ്വിങ്, യു ക്യാൻ യൂസ് വിത്തിൻ ലോങ് ടൈം. എങ്ങനെ വേണമെങ്കിലും ഇതിന് ഉപയോഗിക്കാം. സ്വിങ് ട്രേഡ് നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള വ്യക്തികളാണോ? ഓക്കെ, അനാലിസിസ് ചെയ്തു, ഒരു ട്രെൻഡുണ്ട്, ട്രെൻഡ് വരാൻ പോകുന്ന മുമ്പേ നമുക്കറിയാം ഓക്കെ ഇതാണ് ട്രെൻഡ് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ട്രെൻഡ് റിവേഴ്സ് ആകാൻ പോകുന്ന കാര്യങ്ങൾ ഇവിടെ ഈ കോണ്ടക്സ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത്ര ദൂരം അത് പോകും, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. ഓക്കെ ഫൈൻ, സ്വിങ് എടുക്കാം. ഇൻട്രാഡേ ആണോ? ഓക്കെ ഫൈൻ, മൂന്നോ രണ്ടോ കണ്ടീഷൻസ് ആയിരിക്കും നമ്മൾ തലേ ദിവസം. നമ്മളിപ്പോൾ എൻ്റെ പഴയ വീഡിയോസ് നിങ്ങൾ കണ്ടറിയാം, മീൻസ് ഡെയിലി ഉള്ള നമ്മുടെ അനാലിസിസ് വീഡിയോസ് കണ്ടായിരുന്നു. നമ്മൾ മൂന്നോ രണ്ടോ എന്താ പറയുക കണ്ടീഷൻസ് ആയിരിക്കും എടുക്കുക. അപ്പോൾ ആ കണ്ടീഷൻസ് വന്നിട്ടുണ്ടോ? ഓക്കെ ഫൈൻ, ചെക്ക് ചെയ്യുന്നു, ഇൻട്രാഡേയിലേക്ക് കൺഫർമേഷൻ എടുക്കുന്നു, എൻട്രി എടുക്കുന്നു, ഫൈൻ. നമ്മൾ ലാസ്റ്റ് വീഡിയോ 17-ാം തീയതിയുള്ള വീഡിയോ നോക്കി അറിയാം, നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ 3 കണ്ടീഷൻ ഉണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് പറഞ്ഞ കണ്ടീഷൻ ഇന്ന് രാവിലെ സാറ്റിസ്ഫൈഡ് ആയി. ഓക്കെ, നമ്മൾ എൻട്രി ഇനിഷ്യേറ്റ് ചെയ്തു. ഓക്കെ ഫൈൻ. അതേപോലെയുള്ള എന്താ പറയുക ഇൻഫർമേഷൻസിൽ നമുക്ക് സ്വിങ്ങും ഇൻട്രാഡേയും ലോങ് ടൈമിലും ഈ കോണ്ടക്സ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. പ്രൈസ് ആക്ഷനിൽ ഒരു ടൈം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏത് രീതിയിൽ ഓക്കെ ആണെങ്കിൽ മോസ്റ്റ്ലി ഷോർട്ട് ടൈം പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജീസ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. ഒരു ഇൻട്രാഡേ ബേസ് ചെയ്ത് ഷോർട്ട് ടൈം പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജീസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക. ലോങ്ങിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയുന്നത് വളരെയധികം എന്താ പറയുക ലാക്ക് ഓഫ് ഇൻഫർമേഷൻ ഉള്ളതുകൊണ്ട് അത് വളരെയധികം നന്നായ രീതിയിൽ പ്രായോഗികമാക്കാനായിട്ട് പ്രൈസ് ആക്ഷനിൽ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇനി ഒരു ചുരുക്കം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇപ്പോൾ ഒരു ഓപ്ഷൻ ചാർട്ടിലാണ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ എടുത്ത് പറയുകയാണെങ്കിൽ ഇതൊരു ഞാനൊരു ഡേയുടെ ക്യാൻഡിൽസ്റ്റിക്കാണ്. ഇതിനുള്ളിൽ നിങ്ങൾക്ക് ഓപ്പൺ നമ്മൾ നേരത്തെ OHLC മാത്രമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. അതേസമയം ഈ ഒരു ഡേയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ട്രേഡ് നടന്ന സ്ഥലം, ഏറ്റവും കൂടുതൽ ബയേഴ്സ് ഡിപ്ലോയിഡ് ചെയ്ത സ്ഥലം അല്ലെങ്കിൽ സെല്ലേഴ്സ് ഡിപ്ലോയിഡ് ചെയ്ത സ്ഥലം, ഒരു ബാലൻസ് രൂപപ്പെട്ട സ്ഥലം, ഏറ്റവും കൂടുതൽ വോളിയം രൂപപ്പെട്ട സ്ഥലം, ഇത്രയും ഇൻഫർമേഷൻസ് എവിടെ കിട്ടും? ഓപ്ഷൻ തിയറി ചാർട്ടിൽ കിട്ടും. ഇനി ബൈൻ്റെയും സെല്ലറിൻ്റെയും സ്ട്രെങ്ത് പക്കയായിട്ട് ഓപ്ഷൻ തിയറി ചാർട്ടിൽ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. സിമിലർലി അവിടുത്തെ സെൻറ്റിമെൻ്റ് ഏതാണെന്നും കൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതേപോലെ തന്നെ ഓപ്ഷൻ തിയറി ബേസ് ചെയ്ത ട്രേഡേഴ്സിനോടായിരിക്കും നിങ്ങൾ ട്രേഡ് ചെയ്യുക. ഓപ്ഷൻ ഏറ്റവും കൂടുതൽ നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കും. സോ സ്വാഭാവികമായിട്ടും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കൂടെ ആയിരിക്കും നമ്മൾ അത് ഏർലി എൻട്രിയും ഏർലി എക്സിറ്റും ആയിരിക്കും നിങ്ങൾക്ക് സംഭവിക്കുക. ബിക്കോസ് ഓപ്ഷൻ നടന്ന ശേഷം മാത്രമായിരിക്കും പ്രൈസിന് തന്നെ ഒരു മൊമെൻറ്റം കിട്ടാനുള്ള ചാൻസ് ഉണ്ടാവും. അതേസമയം കാൻഡിൽസ്റ്റിക്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻറ്റ് ഫ്രം പ്രൈസ് ആക്ഷൻസിലായിരിക്കും നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഫ്രം പ്രൈസ് ആക്ഷൻ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ പലർക്കും പല രീതിയിലായിരിക്കും സപ്പോർട്ട് റെസിസ്റ്റൻസ് കിട്ടാൻ ചാൻസ് ഉണ്ടാവുക. ട്രെൻഡ് പാറ്റേൺ ആൻഡ് പ്രൈസ് മൂവ്മെൻറ്റ് എപ്പോഴും നമ്മൾ നോക്കുന്ന മാർക്കറ്റ് കോണ്ടക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന വെച്ചാൽ എന്താണ്, ഒരു ട്രെൻഡിൻ്റെ പാറ്റേണോ അല്ലെങ്കിൽ പ്രൈസ് മൂവ്മെൻറ്റോ ഒക്കെ ആയിരിക്കും നടക്കുക. ഓക്കെ, അവിടെ എല്ലാ ഓപ്ഷനൊക്കെ കഴിഞ്ഞ ശേഷം ആ പ്രൈസിൻ്റെ അകത്ത് നടക്കുന്ന ചെറിയൊരു മൊമെൻറ്റത്തിലായിരിക്കും, അല്ലെങ്കിൽ ഏർലി എൻട്രി ഓപ്ഷൻ തിയറി നടന്ന ശേഷം അല്ലെങ്കിൽ ഓപ്ഷൻ തിയറി ഫോളോ അപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് ഏർലി എൻട്രി ആയിരിക്കും. ആ പാറ്റേണിലുള്ള ചേഞ്ചസിൽ മാത്രമായിരിക്കും, മൊമെൻറ്റത്തിൽ മാത്രമായിരിക്കും പ്രൈസ് ആക്ഷനിൽ എൻട്രി കിട്ടാൻ ചാൻസ് ഉണ്ടാവുക. മിക്കപ്പോഴും കാൻഡിൽസ്റ്റിക് പാറ്റേൺസ് വിൽക്കുന്നവർക്ക് റീറ്റെയിൽ ആൻഡ് മൊമെൻറ്റം ട്രേഡേഴ്സിൻ്റെ കൂടെ ആയിരിക്കും ട്രേഡ് നടത്താനുള്ള ചാൻസ്. റീറ്റെയിലേഴ്സാണ് ഏറ്റവും കൂടുതൽ പ്രൈസ് അല്ലെങ്കിൽ കാൻഡിൽസ്റ്റിക് പാറ്റേൺസ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന റീറ്റെയിലേഴ്സാണ്. പിന്നെ മൊമെൻറ്റം ട്രേഡേഴ്സിനോട് അവർ ഉപയോഗിക്കുന്നുണ്ട്. ഈ 2 പേരാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ബട്ട് അതേസമയം ഓപ്ഷൻ തിയറി ചാർട്ട് നിങ്ങൾക്ക് പറയാം ഒന്ന് ഓപ്ഷൻ ട്രേഡേഴ്സാണ് അത് ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ ട്രേഡേഴ്സ് അത് ഉപയോഗിക്കാൻ മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ നടക്കുന്ന സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഉടനെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഏർലി എൻട്രിയുടെ കൂടെ തന്നെ നമ്മുടെ എൻട്രീസും അവിടെ നടന്നിട്ടുണ്ടാകും. ഓക്കെ, ചെറിയ കാര്യങ്ങളാണ് ഓപ്ഷൻ തിയറിയും ചാർട്ടും ഒരു കാൻഡിൽസ്റ്റിക് ചാർട്ടും തമ്മിലുള്ള ചെറിയ കാര്യങ്ങളാണ്, വ്യത്യാസങ്ങളാണ്. ഒരു ഏർലി എൻട്രിക്കും ഒരു ഏർലി എക്സിറ്റിനും മാർക്കറ്റിനെ മനസ്സിലാക്കിയും ഒരു ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യണം, ഒരു കോൺഫിഡൻസോടെ ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ തിയറി ചാർട്ടായിരിക്കും. താങ്ക് യു.